ഹരി ഓം. ഡിവൈൻ വ്ളോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 150 ശ്ലോകങ്ങൾ വരെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി 151 ശ്ലോകം മുതലൊന്ന് നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓം ശ്രീ മഹാദേവേ നമഃ. സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ. സത്യജ്ഞാനാനന്ദരൂപ എന്തൊക്കെയാണ്? സത്യം, ജ്ഞാനം, ആനന്ദം ഇവ സ്വരൂപമായ ദേവി. ഇവ ബ്രഹ്മത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവ സ്വരൂപമായ ദേവി സാമരസ്യപരായണ. സാമരസത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് സമചിത്തതയോടെയുള്ള ഒരു, നമ്മൾ ഈ സ്ഥിതപ്രജ്ഞത്വമൊക്കെ പറയത്തില്ലേ, ലാഭാലാഭങ്ങളെ, ജയാപജയങ്ങളെ, സുഖദുഃഖങ്ങളെ ഒക്കെ സമചിത്തതയോടെ കാണുന്നവർ, അങ്ങനെ ആ ഒരു അവസ്ഥയിലുള്ള ദേവിയാണ് പറയുന്നത് സാമരസ്യപരായണ. സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യപരായണ. അടുത്തത് കപർദിനി കലാമാല കാമധു കാമരൂപിണി. കപർദിനി, കപർദം എന്ന് വെച്ചാൽ ജഡ, ശിവൻ്റെ ജഡയുടെ പേരാണ് കപർദം. അതിനാലാണ് ശിവന് കപർദി എന്ന് പേരുണ്ടായത്. അങ്ങനെ ശിവൻ്റെ പത്നിയെ കപർദിനി എന്നും ദേവിയെ പറയുന്നു. കലാമാല, 64 കലകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെ 64 കലകളും മാലയായി അണിഞ്ഞിരിക്കുന്ന ദേവി കലാമാല. കാമധോക്, കാമധോക് എന്ന് വെച്ചാൽ കാമധേനു. കാമധേനു എന്താണ്? ആ ദിവ്യപശു നമ്മളുടെ അഭീഷ്ടങ്ങളെല്ലാം നമുക്ക് സാധിച്ചു തരുന്നതാണ് കാമധേനു. അപ്പോൾ ദേവി കാമധേനുവിന് തുല്യമാണ്. എപ്പോഴാണ്? ആർക്കാണത്? ഭക്തന്മാർക്ക്, ദേവിയിൽ ഭക്തിയുള്ളവർക്ക് ദേവി കാമധേനുവായി വർത്തിക്കുന്നു. അതാണ് കാമധോക്. കാമരൂപിണി, കാമദേവൻ്റെ ശക്തിയായ ദേവി എന്നൊരർത്ഥമുണ്ട്. ഇഷ്ടമുള്ള രൂപങ്ങൾ ധരിക്കുന്നവൾ എന്നും കാമരൂപിണിക്ക് അർത്ഥമുണ്ട്. അപ്പോൾ കപർദിനി, കലാമാല, കാമധു, കാമരൂപിണി. അടുത്തത് കലാനിധി, കാവ്യകല, രസജ്ഞ, രസശേവധി. കലാനിധി, കലകളുടെ നിധിയായ ദേവി. 64 കലകളുടെ കാര്യം നമ്മൾ കണ്ടു. അങ്ങനെയുള്ള 64 കലകളല്ല ഈ പ്രപഞ്ചം, എന്തൊക്കെ കലകൾ ഉണ്ടോ അതിൻ്റെ എല്ലാം നിധിയായ ദേവി കലാനിധി. കാവ്യകല, കാവ്യകലയായ ദേവി, അതായത് കാവ്യങ്ങൾ രചിക്കാനുള്ള പ്രചോദനം നൽകുന്നതും ദേവിയാണ്. കാളിദാസൻ തുടങ്ങിയവർ ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് മഹാകവിയായത്. അതാണ് കാവ്യകല. രസജ്ഞ, രസമറിയുന്ന ദേവി. ഇവിടെ നവരസങ്ങളെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ സാഹിത്യരചനകളുടെയും നായിക എന്നും അർത്ഥമുണ്ട്. അതാണ് രസജ്ഞ. രസശേവധി, രസശേവധി എന്ന് വെച്ചാൽ കലവറ. അതായത് ബ്രഹ്മാനന്ദത്തെയാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മാമൃതമാണ് രസം എന്ന് പറയുന്നത്. ദേവി ബ്രഹ്മാനന്ദത്തിൻ്റെ കലവറയാണ്. അതാണ് രസശേവധി. അപ്പോൾ കലാനിധി, കാവ്യകല, രസജ്ഞ, രസശേവധി. അടുത്തത് പുഷ്ട, പുരാതന, പൂജ്യ, പുഷ്കര, പുഷ്കരേക്ഷണ. പുഷ്ട, സദാ പുഷ്ടിയുള്ള ദേവി. ദേവി ബ്രഹ്മാനന്ദത്താലും ഭക്തരുടെ പ്രേമരസത്താലും പുഷ്ടയായിട്ടിരിക്കുന്നു. പുരാതന, പുരാതനയായി എത്രയോ കാലമായി ഇവിടെ ഉള്ളവൾ, അതാണ് പുരാതന ക്കർത്ഥം. പൂജ്യ, എല്ലാവരാലും പൂജനീയായ ദേവി. പുഷ്കര, പുഷ്കര എന്ന് വെച്ചാൽ പരിപൂർണയായ ദേവി. പിന്നെ പുഷ്കരയ്ക്ക് താമര എന്നും ഒരർത്ഥമുണ്ട്. താമര പോലെ മൃദുവായവൾ, അതാണ് പുഷ്കര. പുഷ്കരേക്ഷണ, ആ താമര ഇതൾ പോലെയുള്ള മനോഹരമായ നേത്രങ്ങളുള്ളവൾ. പുഷ്കരേക്ഷണ. പുഷ്ട, പുരാതന, പൂജ്യ, പുഷ്കര, പുഷ്കരേക്ഷണ. അടുത്തത് പരം ജ്യോതി, പരം ധാമ, പരമാണു, പരാത്പര. പരം ജ്യോതി, അതായത് പരമപ്രകാശമായ ദേവി. എല്ലാ ജ്യോതിസുകൾക്കും ജ്യോതിസാണ് ദേവി. അതാണ് പരം ജ്യോതി. പരം ധാമ, പരമനിവാസസ്ഥാനമായ ദേവി. ലക്ഷ്യസ്ഥാനം ദേവി തന്നെയാണ്. അതാണ് പരം ധാമ. പരമാണു, ഏറ്റവും ചെറിയ അണുവായ ദേവി. അതായത് ആത്മാവിനെക്കുറിച്ച് പറഞ്ഞാൽ അണുവിൽ വെച്ചും അണുവാണെന്നാണ് പറയുന്നത്. അതാണ് പരമാണു. പരാത്പര,
അതിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും ചെറുതാണ് പരമാണു. പരാത്പര എന്ന് വെച്ചാൽ പരമമായവളേക്കാളും പരമശ്രേഷ്ഠയായ ദേവി. ഏറ്റവും വലുതായി എന്തുണ്ടോ അതിലും വലുതായ ദേവി പരാത്പര. പരം ജ്യോതി, പരം ധാമ, പരമാണു, പരാത്പര. അടുത്തത് പാശഹസ്ത, പാശഹന്ത്രി, പരമന്ത്രവിഭേദിനി. പാശഹസ്ത, പാശം, കയ്യിൽ പാശം ധരിച്ചിരിക്കുന്ന ദേവി. 4 കൈകളിൽ ഒരു കൈയിൽ ദേവി പാശം ധരിച്ചിരിക്കുന്നു. അതാണ് പാശഹസ്ത. പാശഹന്ത്രി, ബന്ധങ്ങളെ നശിപ്പിക്കുന്ന ദേവി. അതായത് ആശാപാശങ്ങളെയും അവിദ്യയെയും നശിപ്പിച്ച് ദേവി മുക്തി നൽകുന്നു. അതാണ് പാശഹന്ത്രി. പരമന്ത്രവിഭേദിനി. പരമന്ത്രവിഭേദിനി എന്ന് വെച്ചാൽ ശത്രുപ്രണീതമായ ക്ഷുദ്രവൃത്തികളൊക്കെ ഇല്ലേ, ആഭിചാരം, ദുർമന്ത്രപ്രയോഗം എന്നിവയിൽ നിന്നെല്ലാം ദേവി നമ്മളെ കാത്തുരക്ഷിക്കുന്നു. അതാണ് പരമന്ത്രവിഭേദിനി. പാശഹസ്ത, പാശഹന്ത്രി, പരമന്ത്രവിഭേദിനി. അടുത്തത് മൂർത്ത, നിത്യതൃപ്ത, മുനിമാനസ ഹംസിക. മൂർത്ത, വ്യക്തമായ രൂപമുള്ള ദേവി. അമൂർത്ത, വ്യക്തമായ രൂപമില്ലാത്ത ദേവി. വ്യക്തമായ രൂപമുള്ളതെന്ന് വെച്ചാൽ ഈ ജഗത്ത്, ഈ പ്രപഞ്ചം. വ്യക്തമായ രൂപമില്ലാത്തതെന്ന് പറയുമ്പോൾ ഈ ചൈതന്യം മാത്രം. അത് രണ്ടും ദേവിയാണ്. അനിത്യതൃപ്ത, അനിത്യ വസ്തുക്കളാൽ തൃപ്തിപ്പെടുന്ന ദേവി. ഭക്തിപൂർവം നമ്മൾ പുഷ്പമാവട്ടെ, പഴമാവട്ടെ, വസ്ത്രമാവട്ടെ എന്തു കൊടുത്താലും, ഭക്തിപൂർവം എന്തു കൊടുത്താലും അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതാണ് അനിത്യതൃപ്ത. മുനിമാനസഹംസിക. മുനിമാനസഹംസിക എന്ന് വെച്ചാൽ മഹർഷിമാരുടെ മാനസ സരസ്സിലെ അരയന്നപ്പിടയായ ദേവി. കാരണം മഹർഷിമാരുടെ മാനസ സരസ് എന്ന് പറയുന്നത് അവരുടെ ചിത്തശുദ്ധി കൊണ്ടാണ്. അവരുടെ മനസ്സ് അത്ര ശുദ്ധിയാണ്. അതുകൊണ്ടാണ് അവരുടെ മാനസ സരസ്സിലെ അരയന്നപ്പിടയെന്ന് പറയുന്നത്. അവർക്ക് ദേവിയെ അനുഭവിക്കാൻ സാധിക്കും. ചിത്തശുദ്ധി ഉണ്ടായതുകൊണ്ട് ദേവിയെ അനുഭവിക്കാൻ മഹർഷിമാർക്ക് സാധിക്കും. അതാണ് മുനിമാനസ ഹംസിക. അപ്പോൾ മൂർത്ത, അമൂർത്ത, അനിത്യതൃപ്ത, മുനിമാനസ ഹംസിക. അടുത്തത് സത്യവ്രത, സത്യരൂപ, സർവാന്തര്യാമിണി സതി. സത്യവ്രത, സത്യവ്രതയായ ദേവി. അതായത് സത്യനിഷ്ഠയിൽ ഉറച്ചിരിക്കുന്നവൾ എന്നർത്ഥം. അതാണ് സത്യവ്രത. സത്യരൂപ, സത്യസ്വരൂപിണിയായ ദേവി. സത്യം അതായത് ബ്രഹ്മം തന്നെ രൂപം ധരിച്ചവൾ എന്നർത്ഥം. അതാണ് സത്യരൂപ. സർവാന്തര്യാമിണി, സർവാന്തര്യാമിണി, സകലരുടെയും അന്ധകരണത്തിൽ വസിക്കുന്ന ദേവി. സതി, അതായത് ദക്ഷപുത്രിയായ സതീദേവിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സത്യവ്രത, സത്യരൂപ, സർവാന്തര്യാമിണി സതി. അടുത്തത് ബ്രഹ്മാണി, ബ്രഹ്മജനനി, ബഹുരൂപ, ബുധാർച്ചിത. ബ്രഹ്മാണി, അതായത് ബ്രഹ്മം എന്ന് വെച്ചാൽ ശിവൻ തന്നെയാണ്. ആ ശിവൻ്റെ പത്നിയായതുകൊണ്ട് ദേവിയെ ബ്രഹ്മാണി എന്ന് പറയുന്നു. അടുത്തത് ബ്രഹ്മ, അതായത് ബ്രഹ്മം, ദേവി ബ്രഹ്മം തന്നെയാണ്. അതാണ് ബ്രഹ്മ. ജനനി, അതായത് പ്രപഞ്ചത്തിൻ്റെ മാതാവായ ദേവി. അതാണ് ജനനി. ബഹുരൂപ, അനന്തരൂപങ്ങളാർന്ന ദേവി. ദേവിക്ക് അനന്തരൂപങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ബഹുരൂപ. ബുധാർച്ചിത, ബുധന്മാർ എന്ന് വെച്ചാൽ ജ്ഞാനികൾ, ജ്ഞാനികളാൽ ആരാധിക്കപ്പെടുന്ന ദേവി. അതാണ് ബുധാർച്ചിത. അപ്പോൾ ബ്രഹ്മാണി, ബ്രഹ്മജനനി, ബഹുരൂപ, ബുധാർച്ചിത. അടുത്തത് പ്രസവിത്രി, പ്രചണ്ഡാജ്ഞ, പ്രതിഷ്ഠ, പ്രകടാകൃതി. പ്രസവിത്രി, പ്രപഞ്ചത്തിന്, ഈ ജഗത്തിന് ജന്മം കൊടുത്ത ദേവി. പ്രചണ്ഡ, അതായത് അതിക്രോധമാർന്ന ദേവി. ദേവിയുടെ ക്രോധം, പ്രപഞ്ചത്തിന് ക്രോധം വരുമ്പോഴാണ് സുനാമി പോലെയൊക്കെ ഉണ്ടാവുന്നത്, അഗ്നിബാധ, വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാവുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ക്രോധം നിമിത്തമാണെന്നാണ് പറയുന്നത്. അതാണ് പ്രചണ്ഡ. ആജ്ഞ, ആജ്ഞാരൂപിണിയായ ദേവി, വേദസ്വരൂപിണിയായ ദേവി. പ്രതിഷ്ഠ, ജഗത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ ദേവി. അതാണ് പ്രതിഷ്ഠ എന്ന് വെച്ചാൽ അടിസ്ഥാനമായ ദേവി. പ്രകടാകൃതി, എല്ലാവരും അനുഭവിക്കുന്ന രൂപത്തിലുള്ള ദേവി. പ്രപഞ്ചം തന്നെ ദേവിയുടെ രൂപമാണ്. അതാണ് പ്രകടാകൃതി. അപ്പോൾ പ്രസവിത്രി, പ്രചണ്ഡ, ആജ്ഞ, പ്രതിഷ്ഠ, പ്രകടാകൃതി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും പരാശക്തിയായ ജഗദംബികയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരി ഓം.